രണ്ടാഴ്ച അതായത് 14 ദിവസം ബാറ്ററി ലൈഫ് ആണ് ഈ വാച്ചിന് കിട്ടുന്നത്. ഒരുപാട് കേട്ടിട്ടുണ്ട് 14, 20, 40 എന്നൊക്കെ പറയും. എന്നിട്ട് 2 days പോലും തികയാറില്ല, അതിന് മുന്നേ ബാറ്ററി ഖത്തം ഓക്കെയാ, അങ്ങനെയല്ലേ? പക്ഷെ ഈ കമ്പനി പറഞ്ഞത് ഏകദേശം അതിനടുത്ത് തന്നെ കിട്ടുന്നുണ്ട്. ഇത് ഇത്ര ഉറപ്പിൽ പറയാൻ കാരണം കുറച്ച് ദിവസം മുന്നേ ഞാനൊരു ട്രിപ്പ് പോയിരുന്നു. ആ സമയത്ത് ഞാൻ 100% ആക്കി പോയി. എന്നിട്ട് 5 days കഴിഞ്ഞ് ട്രിപ്പ് തിരിച്ചു വന്ന് പിന്നീട് ഏകദേശം ഒരു 7 to 8 days എനിക്ക് ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ ഏകദേശം 12 to 14 ദിവസം കറക്റ്റ് ആയിട്ട് ബാറ്ററി ലൈഫ് കിട്ടിയിട്ടുണ്ട്. അതും ബ്ലൂടൂത്ത് കോളിംഗ്, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ, ഹെൽത്ത് ട്രാക്കിംഗ്, ഈ പറഞ്ഞതെല്ലാം ഓൺ ആയിരിക്കും. അമേസിംഗ് ബാറ്ററി ലൈഫ്, നല്ല ക്വാളിറ്റി ഉള്ള ബിഗ് ഡിസ്പ്ലേ, കസ്റ്റം ഓൾവേസ് ഓൺ ഡിസ്പ്ലേ, ഓട്ടോമാറ്റിക് സ്ലീപ്പ് ആൻഡ് വർക്ക്ഔട്ട് ഡിറ്റക്ഷൻ, 5 ATM വാട്ടർ റെസിസ്റ്റന്റ്, അങ്ങനെ തുടങ്ങി നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള ഒരു വാച്ചാണ് ഹുവായി എന്ന ബ്രാൻഡിന്റെ ഈ GT4 സ്മാർട്ട് വാച്ച്. നല്ല ആക്യുറേറ്റ് വർക്കിംഗ് ഉള്ള ഒരു സ്മാർട്ട് വാച്ച് നോക്കുന്നവർക്ക് ഇത് പറ്റിയ ഓപ്ഷനാണ്. അപ്പൊ മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം. വാ, ഇതുപോലെ നല്ലൊരു ബോക്സിലാണ് കിട്ടുന്നത്. ബോക്സിനുള്ളിൽ യൂസർ മാനുവൽ ആൻഡ് വാറണ്ടി കാർഡ്, മാഗ്നറ്റിക് ചാർജിങ് കേബിൾ, പിന്നെ മെയിൻ GT4 സ്മാർട്ട് വാച്ചും. ഇത്രയായിരിക്കും നമ്മൾ വാങ്ങിക്കുമ്പോൾ ലഭിക്കുക. ഇനി ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി ആൻഡ് ഡിസൈൻ നോക്കുകയാണെങ്കിൽ എന്റെ കയ്യിലുള്ളത് ബ്ലാക്ക് കളർ ആണ്. ഇത് തന്നെ പല കളർ കോമ്പിനേഷനിലും അവൈലബിൾ ആണ്. വാച്ച് ബെസൽസ് ഒരു ഒക്ടാഗണൽ ഡിസൈനിലാണ്. വലിയ ലക്ഷറി വാച്ചിലൊക്കെയാണ് ഇത് കാണാറുള്ളത്. മുകളിൽ തന്നെ ടൈം മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ ബെസൽസും സൈഡും മെയ്ഡ് ചെയ്തിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണ്. താഴ്ഭാഗം പ്ലാസ്റ്റിക് കൊണ്ട് 3D കർവ്ഡ് ഗ്ലാസ് ഉണ്ട്. ഇതിന്റെ ടോട്ടൽ സൈസ് 46 mm ഇതിന്റെ തിക്നെസ് 10.9 mm ടോട്ടൽ വെയിറ്റ് വരുന്നത് 75 ഗ്രാമുമാണ്. സൈഡിലായിട്ട് റൊട്ടേറ്റിംഗ് ക്രൗൺ ബട്ടൺ തന്നിട്ടുണ്ട്. ഇത് ഹോം ബട്ടണും കൂടെയാണ്. ഇത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് പലതും ചെയ്യാം. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരു സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു ടിക് ടിക് ഒരു ഫീല് വരാനുണ്ട്. അതൊരു സെറ്റാണ്. ഇവിടെ തന്നെ വേറൊരു സൈഡ് ബട്ടണും കൂടെ ഉണ്ട്. നമ്മുടെ ഇഷ്ടാനുസരണം കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. താഴെ സ്പീക്കറും ഈ സൈഡിലായിട്ട് മൈക്കും കൊടുത്തിട്ടുണ്ട്. 22 mm സിലിക്കൺ സ്ട്രാപ്പ് ആണ്. ക്വിക്ക് റിലീസ് ഫീച്ചറും തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്ട്രാപ്പ് ചേഞ്ച് ചെയ്യാനൊക്കെ ഈസിയാണ്. കൈ കെട്ടിയാലും അത്യാവശ്യം ലുക്കും നല്ല അട്രാക്റ്റീവും ആണ്, പിന്നെ നല്ല കംഫർട്ടബിളും ആണ്. മാത്രമല്ല ഇതിന്റെ ഈ മെയിൻ വാച്ചിന്റെ ഭാഗം കുറച്ചുകൂടെ പ്രീമിയം ഫീലും തരുന്നുണ്ട്. 5 ATM വാട്ടർ റെസിസ്റ്റന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളമായാലൊന്നും ഇഷ്യൂ ഇല്ല. ഇതിന് 1.43 ഇഞ്ചിന്റെ ബെസൽലെസ് AMOLED ഡിസ്പ്ലേ ആണ്. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട്. അതും വാച്ച് ഫേസ് മാറ്റുന്നതിനനുസരിച്ച് അതിന്റെ സ്റ്റൈലിലേക്ക് മാറും. എന്തായാലും സംഭവം കൊള്ളാം. ശരിക്കും എല്ലാ വാച്ചിലും ഇതുപോലെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ കൊടുക്കണം. കാരണം അധിക സമയത്തും മറ്റുള്ളവർ കാണുന്ന ഈ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആയിരിക്കും. അപ്പോൾ അതൊരു അലമ്പായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്ര നല്ല വാച്ച് ഫേസ് വെച്ചിട്ടും കാര്യമില്ല. കാരണം നമ്മൾ നോക്കുന്ന സമയത്തായിരിക്കും വാച്ച് ഫേസ് ഓൺ ആവുന്നത്. ബാക്കിയുള്ള സമയത്ത് നമ്മൾ ഇങ്ങനെയൊക്കെ കഴി വെക്കുന്ന സമയത്ത് മറ്റുള്ളവർ കാണുക ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആയിരിക്കും. അപ്പോൾ ഇതിൽ നല്ല സെറ്റപ്പ് ആയിട്ട് നമുക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ കസ്റ്റമൈസ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതിൽ തന്നെ കുറച്ച് വാച്ച് ഫേസ് സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കും. അതിന് പുറമെ ഒരുപാട് വാച്ച് ഫേസ് ഹുവായി ഹെൽത്ത് എന്ന ആപ്പിൽ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്തും വാച്ച് ഫേസ് സെറ്റ് ചെയ്യാം. അത്യാവശ്യം ബ്രൈറ്റ്നസ്സും ഉണ്ട്. എത്രയാണെന്നുള്ള സൈറ്റിൽ മെൻഷൻ ചെയ്ത് കണ്ടില്ല. പിന്നെ ഡിസ്പ്ലേ നിങ്ങൾ കണ്ടല്ലോ, നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല കളർ ഉണ്ട്, നല്ല ഷാർപ്നെസ്സും ആണ്. ഇനി ഈ വാച്ചിന്റെ മെയിൻ ഫീച്ചർ പറഞ്ഞുതരാം. ഇതിൽ ബ്ലൂടൂത്ത് കോളിംഗ് ഫീച്ചർ ഉണ്ട്. ഇതിലൂടെ കോൾ ചെയ്യാം, എടുക്കാം, ഇതിലൂടെ തന്നെ സംസാരിക്കാം, അങ്ങനെ എല്ലാ സംഭവവും. കോളൊക്കെ ചെയ്യുമ്പോൾ അത്യാവശ്യം ലൗഡായിട്ട് തന്നെ ഇതിലൂടെ കേൾക്കാം. പിന്നെ മൈക്ക് ക്വാളിറ്റിയും മറ്റുള്ള സ്മാർട്ട് വാച്ചുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ബെറ്റർ ക്വാളിറ്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത്ര ഉറപ്പ് പറയാൻ കാരണം ഒന്നാമത് ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ പേഴ്സണൽ ആയിട്ട് ഇത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഞാൻ ട്രിപ്പ് പോയ സമയത്ത് പല സിറ്റുവേഷനുകളിലും ഇതിൽ നിന്ന് കോൾ എടുത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് യാതൊരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും ഇതിൽ നിന്ന് വന്നിട്ടില്ല. ഇതിൽ GPS പൊസിഷനിങ്ങിന് വേണ്ടി GNSS നാവിഗേഷൻ ട്രാക്കർ നൽകിയിട്ടുണ്ട്. ഹെൽത്ത് ട്രാക്കിങ്ങിനായിട്ട് ന്യൂ ഇംപ്രൂവ് ഹുവായി ട്രൂസിൻ 5.5+ ആണ് ഇതിൽ തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് ഹാർട്ട് റേറ്റ്, SpO2, സ്ലീപ്പ്, സ്ട്രെസ് ഇതെല്ലാം ട്രാക്ക് ചെയ്യും. പിന്നെ ഓട്ടോമാറ്റിക് സ്ലീപ്പ് ആൻഡ് വർക്ക്ഔട്ട് ഡിറ്റക്ഷൻ ഉണ്ട്. അതിന് പുറമെ ഓവർ 100 ബിൽഡ് ഇൻ വർക്ക്ഔട്ടുകളും തന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ യൂസർ ഇന്റർഫേസ് നോക്കുകയാണെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഹാർമണി OS V4 ഇത് റൺ ചെയ്യുന്നത്. സിമ്പിൾ ആൻഡ് ബട്ടർ സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ്. റൈറ്റ് സൈഡിലേക്ക് ഇതുപോലെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ക്വിക്ക് ആയിട്ട് എടുക്കേണ്ട ഷോർട്ട് കട്ടുകളൊക്കെ തന്നിട്ടുണ്ട്. ഇതുപോലെ ലെഫ്റ്റ് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്താൽ വെതർ, മ്യൂസിക് അങ്ങനെയുള്ള സംഭവം കൊടുത്തിട്ടുണ്ട്. ഇനി താഴേന്ന് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ടോപ്പിൽ നിന്ന് സ്വൈപ്പ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ക്വിക്ക് സെറ്റിംഗ്സുകളും കിട്ടും. എല്ലാം നമുക്ക് ആവശ്യമുള്ളത് തന്നെയാണ്. പിന്നെ ഇതുപോലെ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമൈസ് ചെയ്യാം. ഹോം സ്റ്റൈൽ മാറ്റാനും പറ്റും.
ഗ്രിഡ് ഇതാണ്, പിന്നെ ലിസ്റ്റ് എന്ന് പറഞ്ഞുള്ള മോഡൽ. ഇനി ഹുവായി ഹെൽത്ത് ആപ്പിലൂടെയാണ് ഇതിന്റെ അഡീഷണൽ ആയിട്ടുള്ള ട്രാക്കിംഗ് മറ്റുള്ള കൺട്രോളിംഗ് എല്ലാം വരുന്നത്. ആപ്പ് സിമ്പിൾ ഇന്റർഫേസ് ആണ്. ഇതിൽ തന്നെ ഹെൽത്ത് ട്രാക്കിംഗ്, വർക്കൗട്ട് റെക്കോർഡ് എല്ലാം വളരെ വ്യക്തമായി സിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഡിവൈസിന്റെ സെക്ഷനിൽ പോയ ഒരുപാട് അഡീഷണൽ ഫീച്ചേഴ്സ് കാണാം. അതിൽ തന്നെ ആപ്പ് ഗാലറി എന്നുള്ളതിൽ പോയി കഴിഞ്ഞാൽ ഈ വാച്ചിലേക്ക് തേർഡ് പാർട്ടി ആപ്പുകൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. എല്ലാ ആപ്പുകളൊന്നും ഇല്ല, ഒരു പരിധി ഇതിൽ കൊടുത്തുള്ള കുറച്ച് ആപ്പുകൾ മാത്രം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇനി മ്യൂസിക് എന്നുള്ളതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ വാച്ചിലേക്ക് വേണമെങ്കിൽ കുറച്ച് മ്യൂസിക്കുകൾ ആഡ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ കണക്റ്റഡ് അല്ലാത്ത സമയത്ത് നമുക്ക് ഇതുപോലെ തന്നെ പ്ലേ ചെയ്ത് കാണാൻ പറ്റും. പിന്നെ ക്വിക്ക് റീപ്ലേ സെറ്റ് ചെയ്യാം, ഹെൽത്ത് മോണിറ്ററിംഗ് ഓപ്ഷൻ എനാബിൾ ഡിസേബിൾ ഒക്കെ ചെയ്യാം, റിമൈൻഡർ ഉണ്ട്, ഫേവറേറ്റ് കോൺടാക്ട്സ് നമുക്ക് കുറച്ചെണ്ണം വേണമെങ്കിൽ ആഡ് ചെയ്ത് വെക്കാൻ പറ്റും, ഫൈൻഡ് ഡിവൈസ്, അങ്ങനെ ഒരുപാട് ഓപ്ഷനും തന്നിട്ടുണ്ട്. ഇനി ബാറ്ററി ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഒടുക്കത്തെ ബാറ്ററി ലൈഫ് ആണ് ഇതിന് കിട്ടുന്നത്. കമ്പനി പറയുന്നത് 14 ദിവസമാണ്, ഏകദേശം അതിനടുത്ത് തന്നെ കിട്ടുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്ത് നോക്കിയതാണ്. അപ്പൊ ഇതിന്റെ ബാറ്ററി ലൈഫിന്റെ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട, ഇഷ്ടംപോണം കിട്ടുന്നുണ്ട്. മാഗ്നറ്റിക് ടൈപ്പ് ചാർജിങ് ആയതുകൊണ്ട് തന്നെ ചാർജ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. 100 മിനിറ്റ്സ് കൊണ്ട് ഫുൾ ചാർജ് ആകുമെന്നാണ് കമ്പനി പറയുന്നത്. ഓക്കെ, അപ്പൊ കണ്ടല്ലോ, അത്യാവശ്യം ഫീച്ചേഴ്സും അത് നല്ല ആക്യുറേറ്റ് ആയിട്ടും വർക്ക് ചെയ്യുന്ന, പിന്നെ നല്ല വലിയ ഡിസ്പ്ലേയും 5 ATM വാട്ടർ റെസിസ്റ്റന്റും കസ്റ്റം ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഒക്കെ ചെയ്യാൻ പറ്റുന്ന, ഇതിനൊക്കെ പുറമെ നല്ല അപാര ബാറ്ററി ലൈഫ് ഉള്ള ഒരു സ്മാർട്ട് വാച്ച് ആണ് ഇത്. അപ്പൊ ഇതിന്റെ പ്രൈസ് ആൻഡ് മോർ ഡീറ്റെയിൽസ് അറിയാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് അങ്ങോട്ട് ചെക്ക് ചെയ്താൽ മതി, എല്ലാ ഡീറ്റെയിൽസും അതിൽ കിട്ടും. സംഭവമൊക്കെ ശരി. ഈ സ്മാർട്ട് വാച്ചിനെ കുറിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.